അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിദ്യാർത്ഥികളെ, സുഖം തന്നെയല്ലേ? ഇനി നമുക്ക് എടുക്കാനുള്ള പാഠം പാവോ യാ ജൂത്ത. പാവം പറഞ്ഞാൽ കാല്, യാ അല്ലെങ്കിൽ ജൂത്ത പറഞ്ഞാൽ എന്ത് ഷൂ ചെരുപ്പില്ലേ, ഷൂ. മൈനെ കബി കിസ്മത്ത് കി ഖറാബി യാ ആസ്മാൻ കി शख्ती की शिकायत नहीं की. അത് വെച്ചാൽ മൈനെ ഞാൻ കബി ഒരിക്കലും കിസ്മത്തിക്ക് ഹറാബി പറഞ്ഞാൽ നിർഭാഗ്യം, അതായത് കിസ്മത്തിക്ക് ഹറാബി നമ്മളുടെ ഭാഗ്യമില്ലായ്മ. കിസ്മത്തിക്ക് ഹറാബി പറഞ്ഞാൽ നമ്മളുടെ ഭാഗ്യമില്ലായ്മ. യാ അല്ലെങ്കിൽ ആസ്മാൻ കി ശക്തി പറഞ്ഞാൽ ആസ്മാൻ ദുഷിച്ച ആകാശം. കി ശിക്കായത്ത് നെഹിക്ക് ഞാൻ എന്തായിട്ടില്ല, അതിനൊന്നും ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല. അതായത് ഞാൻ എൻ്റെ നിർഭാഗ്യം അല്ലെങ്കിൽ എൻ്റെ നശിച്ച ആകാശം അതിന് ഞാൻ എന്തായിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല. ഏക് ബാർ ഐസാ ഹുവ കെ മൈ ഒരു പ്രാവശ്യം ഐസാ ഹുവ ഇങ്ങനെ ഉണ്ടായിക്കേ. എന്തെന്നാൽ മൈ നങ്കെ പാവം താ, എൻ്റെ അടുത്ത് ചെരുപ്പുണ്ടായിരുന്നില്ല. നങ്കെ പാറാൻ ചെരുപ്പുണ്ടായിരുന്നില്ല, അതായത് ചെരുപ്പ് ധരിക്കാത്തിട്ടോ. താ അവർ ചൂത്ത ബി നെഹി ഖരീദ് സക്താ താ. ജൂത്ത പറഞ്ഞാൽ ജൂത്ത ബി നെഹി ഖരീദ് ശക്താ പറഞ്ഞാൽ എനിക്ക് വാങ്ങാൻ കഴിഞ്ഞു, അതായത് ചെരുപ്പ് പോലും വാങ്ങാനുള്ള പൈസ, വാങ്ങാനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നില്ല. ഈസ് ഒമ്മേ ഈ ദുഃഖത്തിൽ കൂഫ കി മസ്ജിദ് മേ ദാഖിൽ ഹുവ. അതായത് എനിക്ക് ചെരുപ്പില്ല, എനിക്ക് ചെരുപ്പ് വാങ്ങാനുള്ള പൈസയില്ല. അതൊക്കെ വിചാരിച്ച് ഞാൻ എന്താണ്, ആ ദുഃഖത്തിനാൽ ഞാൻ കൂഫയുടെ മസ്ജിദിൽ പ്രവേശിച്ചു. മസ്ജിദ് മേ ദാഖിൽ ഹുവ. വഹാം അവിടെ മൈനെ ഏക് ആദ്മി കോ ദേക്ക. ഞാൻ അവിടെ ഒരു മനുഷ്യനെ കണ്ടു. ജിസ്കെ പാവോ ഹി നെഹീത്തെ, അദ്ദേഹത്തിന് മൂപ്പരിക്കുന്ന ജിസ്കെ അവർക്ക് പാവം ചെരുപ്പ് പോലും ഉണ്ടായിരുന്നില്ല. മൈനെ ഹുദാക്കി നിഅമത്ത് കാ ശുക്ർ അദാക്കിയ. ഞാൻ അള്ളാഹുവിന് ശുക്ർ ചെയ്തു. അള്ളാഹു തആല എനിക്ക് കാല് ഉള്ള നിഅമത്ത് ചെയ്തതിന് ഞാൻ അള്ളാഹുവിന് ശുക്ർ ചെയ്തു. അവർ അപ്നി പാസ് ജൂത്ത ഹോനെ പർ സബ്ർ കിയ. എൻ്റെ അടുത്ത് ചെരുപ്പ് ഇല്ലാത്തതിന് മേൽ ഞാൻ ക്ഷമിച്ചു. ഇനി അടുത്ത പാഠം, ഇത് ഓരോ ഹിക്കായത്ത്, ഓരോ ചെറിയ പാഠം കേട്ടോ. ഇനി അടുത്തത് ആറാം കി ഖദർ. അതായത് ആറാം പറഞ്ഞാൽ നമ്മളിത് റാഹത്ത് എടുക്കുക, അതിൻ്റെ ഖദർ, അതിൻ്റെ കണക്ക്, അതിൻ്റെ പ്രാധാന്യം. അതായത് നമ്മൾ ശാന്തമായിട്ട് ഇങ്ങനെ ഒരു വിശ്രമിക്കുന്നതിൻ്റെ പ്രാധാന്യം. ഏക് ബാദ്ഷാ ഉലാം കെ സാത്ത് കസ്തി മേ ബൈഠാ താ. ഏക് ബാദ്ഷാ ഒരു രാജാവ് ഉലാം കെ സാത്ത് അതായത് ഒരു അടിമയുടെ കൂടെ കസ്തി മേ ബൈഠാ താ. അതായത് കസ്തി പറഞ്ഞാൽ ഇത് കപ്പൽ മേ ബൈഠാ താ ഇരിക്കുകയായിരുന്നു. ഉലാമിനെ ഈ അടിമയുണ്ടല്ലോ, ഇസ്സെ പഹ്ലെ കബി ദറിയാ നെ ദേക്കാത്ത. അതായത് ഇതിന് മുമ്പ് ഇസ്സെ പഹ്ലെ കബി ഒരിക്കലും ദറിയ നദി ദേക്കാത്ത. ഇതിന് മുമ്പ് മൂപ്പർ ഈ അടിമ കണ്ടിട്ടില്ല, ഈ അടിമ പുഴ കണ്ടിട്ടില്ല. കസ്തി കാ സഫർ ബി നെഹി കിയാത്ത. മൂപ്പര് എന്തായിട്ടില്ല, ഈ കപ്പലിൽ ഇതുവരെ യാത്രയും ചെയ്തിട്ടില്ല. അപ്പോൾ മൂപ്പര് ആദ്യത്തെ യാത്രയാണ്, മൂപ്പര് ആദ്യമായിട്ടാണ് പുഴ കാണുന്നത്. इसके जिस्म में കബ് ഷുറൂ ഹോ ഗയി. കബാന എന്താണോ വിറക്ക. അപ്പോൾ ഇത് കാരണത്താൽ ഉസ്ക ജസം മൂപ്പരുടെ ബോഡി കബി ഷുറൂ ഹോ ഗയി. അതായത് മൂപ്പർ ആദ്യമായിട്ട് യാത്ര പോകണം, അത് കാരണത്താൽ മൂപ്പരത് ഇങ്ങനെ ബോഡി മൂപ്പരിങ്ങനെ വിറക്കാൻ തുടങ്ങി.
डर के मारे उसने रोने धोने शुरू किया. डर के मारे എന്നെ മൂപ്പര് പേടിച്ചിട്ട് ഉസ്നെ റോനെ ധോന പറഞ്ഞാൽ കരച്ചിൽ നല്ല ബേജാറായിട്ട് മൂപ്പര് കരച്ചിൽ ഷുറു കർ ദിയ. ഒരു വർഷത്തിൽ കരയാൻ തുടങ്ങി. उसके इस रवैये पर ബാദ്ഷാ കോ തക്ലീഫ് ഹോ ഗയി. ഉസ്കെ ഈ അടിമയുടെ റവയ്യ പറഞ്ഞാൽ ഈ സാഹചര്യം, അത് കോലം, മൂപ്പരുടെ ഈ കാട്ടിക്കൂട്ടൽ, ഈ സാഹചര്യം, ഈ കോലം, റവയ്യ എന്ന കോലം, കോലം മനസ്സിലെ മൂപ്പര ആ സ്വഭാവം കൊണ്ട് റവയ്യ പറയും ആ ഒരു പതിവ്, ആ ഒരു സാഹചര്യം കൊണ്ട് ബാദ്ഷാക്കോ തക്ലീഫ് ഹോ ഗയി. ബാദ്ഷാക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അതായത് ഇയാളിങ്ങനെ ഭയങ്കര ഒച്ചുണ്ടാക്കി ഇങ്ങനെ കരയാം. ഈ ഒച്ചുണ്ടാക്കി കരയണത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ബാദ്ഷാക്ക് തീരെ ഇഷ്ടപ്പെടും पूरा साहचर्य. उसे चुप करने के लिए कोई तदबीर समझ में नहीं आ रही थी. उससे അദ്ദേഹത്തെ അടിമയെ ചുപ് കർണേക്ക് മൂപ്പരെ എന്താക്കാൻ, മിണ്ടാതിരിക്കാൻ വേണ്ടി കോയി തദ്ബീർ, ഒരു ഐഡിയ, തദ്ബീർ എന്ന ഒരു ചിന്തയും ഒരു ഐഡിയയും സമജ് മേ ചിന്തയിൽ നെഹി ആ രഹി, ആ രാജാവിൻ്റെ ചിന്തയിൽ വന്നിട്ടില്ലായിരുന്നു. ഇസ് കസ്തിമേ ഈ ഉണ്ടായിരുന്നില്ല, ഇതത് മൂപ്പര് ചിന്തയിൽ ഉണ്ടായിരുന്നില്ല. ഇസ് കസ്തിമേ ഏക് ദാന ബീത്ത, ഈ കപ്പലിൽ ഒരു ദാന പറഞ്ഞാൽ ക്ലവർ, ഒരു ബുദ്ധിമാൻ ഉണ്ടായിരുന്നു. ദാന ബീത്ത ഒരു ബുദ്ധിമാൻ ഉണ്ടായിരുന്നു. ഉസ്നെ ബാദ്ഷാ സെ കഹ, ആ ദാന ആ ബുദ്ധിമാൻ ആരോട് പറഞ്ഞു, ബാദ്ഷാനോട് പറഞ്ഞു, കെ അഗർ ആപ് ഹുക്കും ദേത്തോ ഉസേ ചുപ് കർദൂം, നിങ്ങളെങ്ങാനും ഹുക്കും, അതായത് നിങ്ങൾ എന്നോട് ഹുക്കും തരികയാണെങ്കിൽ, അതായത് എനിക്ക് സമ്മതം തരികയാണെങ്കിൽ ഞാൻ ഉസേ ആ അടിമയെ ചുപ് കർദൂ, ഞാൻ എന്താക്കാം, മൂപ്പരെ മിണ്ടാതിരിപ്പിക്കാം. ബാദ്ഷാനെ കഹ കെ ബഡി മെഹർബാനി ഹോ ഗയി, വളരെ സന്തോഷം, വളരെ അനുഗ്രഹം. അതായത് ബാദ്ഷാ പറഞ്ഞത് വളരെ സന്തോഷം, നിങ്ങൾക്ക് വളരെയധികം നന്ദി, വളരെയധികം അനുഗ്രഹമുണ്ട്. അതായത് ബാഗ് നോക്കി. ഉസ് ദാനെ കെ ഇഷാറെ പർ, ഉസ് ദാനെ, അതായത് ഈ ബുദ്ധിമാൻ്റെ ഇഷാറ, മൂപ്പരുടെ ആംഗ്യ കാരണത്താൽ, മുലാസിമോനെ മൂപ്പര് ചൂണ്ടിക്കാണിച്ചത് കാരണത്താൽ, മുലാസിമോൻ എന്ന കാവൽക്കാർ, ഉലാമുക്കോ ഈ അടിമയെ ദറിയാമേ പേങ് ദിയ, അതായത് എറിഞ്ഞു. ഓലെ ദറിയ, ഈ പുഴയിൽ, നദിയിൽ ആരെറിഞ്ഞു, ഈ പേങ് ദിയനാൽ വലിച്ചെറിയട്ടോ, വലിച്ചെറിഞ്ഞു, വള്ളത്തിലേക്ക്, നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ജബ് വോ ചന്ത്, അപ്പോൾ ഈ ഉലാമ് ചന്ത് കുറച്ചേരം ചുക്കാനാല് മുങ്ങുക. മൂപ്പര് കുറച്ചേരം ചുക്കാത്തോ മൂപ്പര് കുറച്ചേരം ഇങ്ങനെ മുങ്ങിപ്പൊന്തിയപ്പോൾ ഉസ്കെ ബാലോങ്കോ പക്കടുക്കർ കസ്തിക്ക് തുറഫ് ലേ ആയി. അതായത് മൂപ്പര് വള്ളത്തിൽ ഇങ്ങനെ മുങ്ങിയപ്പോൾ, കുറച്ചേരം മൂപ്പര് മുങ്ങി പൊന്തിയപ്പോൾ, ഉസ്കെ ബാലറ മുടി പക്കെടുക്കാർ, മൂപ്പര് മുടി പിടിച്ചിട്ട് കസ്തിക്ക് തുറഫ് ലേ ആയി. മൂപ്പര് എന്തായി, ആ കപ്പലിക്ക് തന്നെ വലിച്ചു കയറ്റി, അതായത് കപ്പലിൻ്റെ ഒരു മൂലക്ക് വലിച്ചു കയറ്റി കൊണ്ടുവന്നു. ഉസ്നെ കസ്തിക്ക് പിച്ചിലെ ഹിസ്സെ കോ ദോനോ ഹാത്ത് സെ പക്കഡ് ലിയ, എന്തായി, ഉസ്നെ മൂപ്പര് അദ്ദേഹം അടിമ ക്രിസ്തിക്ക് പിച്ചിലെ ഒരു അറ്റത്ത് ദോനോ ഹാദ് രണ്ട് കൈകൊണ്ടും പിടിച്ചിരുന്നു. അതായത് മൂപ്പര് ബേജാറായിക്കൊണ്ട് മൂപ്പര് ഒത്തും മുണ്ടാതെ എന്തായി, ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിരുന്നു. പിന്നെ അതോടൊപ്പം കസ്തിക്ക് കോനെ മേ ദുബക്കർ ബൈട്ടാക്ക് ഗയ, അതായത് ദുബക്കർ പറഞ്ഞാൽ മിണ്ടാതിരുന്നു. ഒരു കോന മൂലയിൽ ദുബക്കർ ബൈട്ടാക്ക് മൂപ്പര് ഒന്നും മുണ്ടാതെ അവിടെ ഇരുന്നു, ഇതിൻ്റെ മൂലയിൽ മൂപ്പരിരുന്നു, അതായത് മൂപ്പര് അതിൻ്റെ മൂലയിരുന്നു. ബാദ്ഷാക്കോ തദ്ബീർ ബഹുത്ത് പസന്തായി, ബാദ്ഷാക്ക് ഈ ഐഡിയ, ഈ ചിന്ത വളരെയധികം സന്തോഷകരമായി. ദാനേസെ ബാദ്ഷാനെ പൂച്ച, അത് ഈ ബുദ്ധിമാനോട് ബാദ്ഷാ ചോദിച്ചു, ഇസ്മേ ക്യാ ഹിക്മത്ത്, ഇതിലെന്താണ്, എന്ത് ഹിക്മത്താണ്, എന്ത് ഐഡിയ ആണ് ഉള്ളത്, എന്ത് ഹിക്മത്താണുള്ളത്. ദാനനെ കഹാ കെ
उसने कभी डूबने की तकलीफ नहीं उठाती. उसने ഈ അടിമക്ക് കബി ഒരിക്കലും ഡൂബിനേക്ക് തക്ലീഫ്, അതായത് മുങ്ങിപ്പൊന്തുന്ന, ഡൂബിനെ പറഞ്ഞാൽ മുങ്ങിപ്പൊന്തുന്നതിൻ്റെ തക്ലീഫ് ബുദ്ധിമുട്ട് നെഹി ഉണ്ടായിത്തി, മൂപ്പർക്ക് അറിയില്ല. മൂപ്പർക്ക് ഇതുവരെ മുങ്ങിപ്പൊന്തുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, മൂപ്പർ ഇന്നലെ വള്ളത്തിൽ മുങ്ങിപ്പൊന്തുന്നതിൻ്റെ ഇത് മൂപ്പർ ഇതുവരെ അനുഭവിച്ച് അറിഞ്ഞിട്ടില്ല. അവർ കസ്തിക്ക് ആറാം കോ നെഹി ജാൻതാ. മുമ്പ് ഈ കസ്തിയിൽ ഈ കപ്പലിൽ നല്ല സുഖമായിട്ട് ശാന്തമായിട്ട് ഇരിക്കാനുള്ളത് മൂപ്പർക്ക് അറിയില്ല, അതിനെ പറ്റി മൂപ്പർക്ക് അറിയില്ല. എന്നിട്ട് മൂപ്പർ ഇതിൻ്റെ ബുദ്ധിമുട്ടാണ് അറിഞ്ഞപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി ഇത് മുണ്ടാതെ നിൽക്കണം. അതാണ് മൂപ്പർ പറഞ്ഞത്. ആറാം കി ഖദർ വഹി ജാൻ സക്താ ഹെ. ആറാം കി ഖദർ, അതായത് ഈ റാഹത്ത്, ശാന്തമായി ഇരിക്കുന്നതിൻ്റെ മെഹനത്ത്, കണക്ക്, അതിൻ്റെ പ്രാധാന്യം വഹി ജാൻ സക്താത്ത, എങ്ങനെയാണ് അറിയുക? ജോ മുസീബത്ത് ചേൽ ചുക്കാ ഹുവ, അതായത് മുസീബത്ത്, ഒരു ബുദ്ധിമുട്ട് എത്തിയാലാണ് അതിൻ്റെ എന്താ പറയുക, അത് ആ മുസീബത്ത്, ആ ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കുമ്പോഴുള്ള സുഖം അറിയാം, അതിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ ഒരു സുഖം കിട്ടുക. അതായത് ഒരു മുസീബത്ത് നമ്മൾക്ക് എത്തിയാലാണ് നമുക്ക് ആ മുസീബത്തിൽ നിന്ന് ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ അതിലിങ്ങനെ ശാന്തമായിട്ട്, അതിലിങ്ങനെ ആറാമായിട്ട് നമ്മളിങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ മുസീബത്ത് വരട്ട് നമ്മൾ രുചിച്ചണമെങ്കിലാണ് നമുക്ക് എന്തറിയാം, ആ വെറുതെ ഇങ്ങനെ ആ മുസീബത്ത് എത്താതെ ഇരിക്കുമ്പോഴുള്ള സുഖം നമ്മൾക്ക് അറിയാൻ കഴിയുക. ഓക്കെ, ഇനി അടുത്തത് കേട്ടോ. ഇനി ഏക് ആലിം ഔർ മല്ലാഹ്, ഇത് 3 കഥകളാണ്. പെട്ടെന്ന് ഏക് ആലിം, ഒരു അടിമയും, ഔർ മല്ലാഹ് പറഞ്ഞാൽ കപ്പിത്താൻ കേട്ടോ. ഇവരുണ്ടല്ലോ ഒരു കഥ പറയാണ്. ഏക് ആലിം, ഒരു ആലിം, കസ്തി മേ സവാരി ഹുവ, അതായത് കപ്പലിൽ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ഗ്രാമർ കവായിദ ജാനെ പർ ഉസെ ബഹുത്ത് ഗഹ്മണ്ട് താ. ഗഹ്മണ്ട് പറഞ്ഞാൽ പൊങ്ങച്ചം, വളരെയധികം അഹങ്കാരം. ഗ്രാമർ പറഞ്ഞാൽ ഈ ജാനേപ്പർ അറിയുന്നതിൽ, അതായത് നല്ല നിപുണനായ, ഗ്രാമറിൽ ഇയാൾ ഭയങ്കര നിപുണനാണ്. അപ്പോൾ ഈ ഗ്രാമർ ഇയാൾക്ക് നല്ലോണം അറിയാം. ഈ ഗ്രാമർ അറിയുന്നതിൽ അദ്ദേഹം ബഹുത്ത്, വളരെയധികം, ഗഹ്മണ്ട് നല്ല പൊങ്ങച്ചം, നല്ല അഹങ്കാരിയായിരുന്നു. ഉസ്നെ മല്ലാഹ്സെ പൂച്ച, ഈ ആലിമ് മല്ലാഹ്സെ പൂച്ച, ആരോട്? ഇയാൾ ചോദിച്ചു, ആരോട്? നമ്മളെ കപ്പിത്താനോട് ചോദിച്ചു, മല്ലാഹ് ക്യാ തൂ ഗ്രാമർ ജാൻതാ ഹേ, നിനക്ക് എന്തറിയുമോ? ഗ്രാമർ അറിയിച്ചു. മല്ലാഹിനെ കഹ നെഹി, അറിയില്ല. ആലിമിനെ കഹ അഫ്സൂസ്, വളരെയധികം ദുഃഖം, വളരെയധികം മോശം. തേരി ആദി ഉമർ ബർബാദ് ഹോ ഗയി, നിൻ്റെ എന്തായി, നിൻ്റെ ജീവിതത്തിൻ്റെ പകുതി വയസ്സും കാലവും എന്തായി, ബർബാദ് ഹോ ഗയി, നിൻ്റെ നശിച്ചു പോയി, നിൻ്റെ ജീവിതത്തിൻ്റെ പകുതി നശിച്ചു പോയി. സുൻകർ, ഇത് കേട്ടിട്ട് മല്ലാഹ് കപ്പിത്താന് ദുഃഖ് ബി ഹുവ, എന്തായി, വളരെയധികം ദുഃഖവും ഉണ്ടായി. അതോടൊപ്പം ഉസാബി ആയ, എന്തായി, വളരെയധികം ദേഷ്യവും വന്നു. മഗർ പക്ഷേ വോ ഉസ് വക്ത് ഖാമൂഷ് രഹ, മൂപ്പരെന്തായി, ആ സമയത്ത് വളരെയധികം മുണ്ടാതെ ശാന്തമായിട്ടിരുന്നു. തോടി ദേർ ബാദ്, കുറച്ച് സമയത്തിൻ്റെ ശേഷം, തേസ് ഹുവ പറഞ്ഞാൽ തേസ് ഹവ പറഞ്ഞാൽ പെട്ടെന്നുള്ള കാറ്റ്, പെട്ടെന്നുള്ള കാറ്റ്, ജിഗിഡേസ് കൊടുങ്കാറ്റ്, അതായത് ജിഗഡ്സെ എന്നാൽ എന്താണ്, നല്ല കൊടുങ്കാറ്റ്, കസ്തി പഹൻമർ മേ പേസ് ഗയി, അതായത് കസ്തി ഇതിലെന്തായി, അതായത് ഈ കൊടുങ്കാറ്റ് കസ്തി ബഹർ, അതായത് ഈ കപ്പലിൽ ഇങ്ങനെ കാറ്റിങ്ങനെ അതിന് അടിക്കാൻ തുടങ്ങി. അതായത് ഇതിനാൽ പെഹസ് ഗയി, കപ്പൽ എന്തായി, ആടാൻ തുടങ്ങി. ഇപ്പോൾ കൊടുങ്കാറ്റ് ഇങ്ങനെ ഈ കപ്പലിൽ ഇങ്ങനെ കൊടുങ്കാറ്റ് ആയത് കാരണത്താൽ
കപ്പലിങ്ങനെ എന്തായി ആടാൻ തുടങ്ങി. ഉസ് വക്ത് മല്ലാഹിനെ ഈ സമയത്ത് മല്ലാഹിനെ ബുലന്ദ് ആവാസ് സെ കഹ, കപ്പിത്താൻ ബുലന്ദ് ആവാസ് വളരെയധികം നല്ല ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. വളരെ ശബ്ദത്തിൽ പറഞ്ഞു, ക്യൂ സാഹിബ്, സഹോദര, ആപ്കോ തേർന ബി ആതാ ഹെ, നിങ്ങൾക്ക് നീന്താൻ അറിയുമോ? ആലിമിനെ കഹ, ആലിം പറഞ്ഞു, നെഹി മുജ്തോ തേർന നെഹി ആത്ത, എനിക്ക് എന്തറിയില്ല, നീന്താൻ അറിയുകയില്ല. മല്ലാഹ് ബോല അഫ്സൂസ്, വളരെയധികം ദുഃഖം. आपको तो सारी उम्र बेकार गई, आपकी तो सारी उम्र बेकार गई, താങ്കളുടെ മുഴുവൻ ആയുസ്സും മുഴുവൻ ജീവിതം മുഴുവൻ ബേക്കാർ ഗയി, നശിച്ചു പോയി, ബേജാറാണ്. ക്യൂങ്കെ കസ്തി അബ് ഡൂപ്നെ വാലി ഹേ, ഇതെന്താണ് കസ്തി എന്ന കപ്പല്, അബി ഇപ്പോൾ എന്താണ് ഡൂപ്പിനെ വാലി ഹേ, എന്താണ് നശിക്കാൻ, മുങ്ങാൻ പോവുകയാണ്. അപ്പോൾ മക്കളെ, ഈ കഷ്ടി എന്ന് പറയുമ്പോൾ ബോട്ട്, പിന്നെ കപ്പൽ, ഷിപ്പ്, അതിനൊക്കെ പറയട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ഉഷാറായി പഠിക്കുക. ഇത് നല്ല സിമ്പിൾ സാധനമാണ്. അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും ഉഷാറായി പഠിക്കുക. അതുപോലെ തന്നെ തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.